ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമീസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഡോണറ്റ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ബോയിൽ ചെയ്ത് മാഷ് ചെയ്ത് വെച്ച് 2 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ പൊട്ടാറ്റോ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് ഇതിലെ വെള്ളം മുഴുവൻ പോകുന്നത് വരെയും നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ഈ പൊട്ടാറ്റോ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കതിലോട്ട് ഒരു മീഡിയം സൈസ് സവാളയുടെ ഒരു പകുതി ഞാൻ ഇതുപോലെ ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളക് ചെറുതായി ഇതുപോലെ അരിഞ്ഞതാണ്. അതും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഒരല്പം മല്ലിയിലയാണ്. അതും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ ഈ ഉള്ളി ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് തന്നെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് 1 കപ്പ് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ചിക്കൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പം ഞാനിവിടെ എല്ലാം തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. അതും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി വേണം. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കോൺഫ്ലവർ ഒക്കെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പും കൂടിയാണ്. അതും കൂടി ചേർത്ത് 1 കപ്പ് റവ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ റവ കരിഞ്ഞു പോകും. നമ്മുടെ ഈ റവ ഒന്ന് വഴണ്ട് കിട്ടുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ മസാലയൊക്കെ എല്ലായിടത്തേക്കും ഒന്ന് യോജിപ്പിച്ചെടുക്കണം നമുക്ക്. അപ്പം നമ്മുടെ ഈ മസാല ഈ ഒരു പരുവമായി കിട്ടുന്നത് വരെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അപ്പം നമ്മുടെ മസാല എല്ലാം തന്നെ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അല്പം എടുത്ത് നമുക്ക് ഷേപ്പാക്കി കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതുപോലെ കുറച്ചെടുത്ത് ഒരു ബോൾ രൂപത്തിലാക്കി അത് ജസ്റ്റ് ഒന്ന് പരത്തി അതിൻ്റെ നടുവിലൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഡോണറ്റിൻ്റെ ഷേപ്പ് നമ്മൾ ആക്കി കൊടുക്കണം. ബാക്കിയുള്ളതെല്ലാം തന്നെ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ മുഴുവൻ ഡോണറ്റും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഷേപ്പിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ഓരോ ഡോണറ്റും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവൻ ഡോണറ്റും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 2 മിനിറ്റ് വേണം ഒരു സൈഡ് കുക്കായി കിട്ടാൻ. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എല്ലാ ഡോണറ്റും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡും ഒരു 2 മിനിറ്റ് കുക്കാവുന്നത് വരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യണം. അതുപോലെ എല്ലാ ഡോണറ്റും ചെയ്തെടുക്കണം. നമ്മുടെ ഈ ഡോണറ്റൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
ഇതാ അപ്പോൾ നമ്മുടെ ഡോണറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.